നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ തിരികെ എത്തിക്കാൻ ലേബർ പാർട്ടി ശ്രമിച്ചാൽ വർഷങ്ങളോളം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്കിന്റെ മുന്നറിയിപ്പ്. 2016 റഫറണ്ടത്തിന്റെ ഫലത്തിനു നേരെ വിപരീതമായി പ്രവർത്തിക്കാനുള്ള ഭരണകക്ഷിയുടെ ശ്രമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ടോറി നേതാവ്. പുതിയ ആശയവുമായി വെസ്റ്റ് റൈറ്റിംഗ് രംഗത്തെത്തിയത് ലേബർ പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾക്കിടെ ബ്രസൽസുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കുമെന്നും ക്രമേണ യൂറോപ്യൻ യൂണിയനിലേക്കുമെന്നും സ്ട്രേറ്റിംഗിന്റെ പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തി ആന്റി ബർഹാമിന്റെ അനുയായികൾ. അടുത്ത തിരഞ്ഞെടുപ്പിൽ നൈജൽ ഫരാജിന്റെ റിഫോം യുകെ അധികാരത്തിലെത്തിയാൽ തുടർച്ചയായ സമരങ്ങൾ കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാൻ വൈറ്റ് ഹോൾ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നതായി സൂചന. ഈ ആഴ്ച സിവിൽ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ സംഘടന വോട്ടെടുപ്പ് നടത്തും. വോട്ടെടുപ്പ് ഫരാജ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വ്യവസായ പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്താനുള്ള പ്രമേയത്തെ പ്രതികൂലിച്ചുകൊണ്ട് സിവിൽ സർവീസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യം താൻ അധികാരത്തിലേറിയാൽ ഇല്ലാതെയാക്കുമെന്ന് ഫരാജ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം. കീർ സ്റ്റാർമറുടെ പിൻഗാമിയാകാനുള്ള നേതൃ തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റൈറ്റിംഗ്. ആശയ പോരാട്ടം ഉണ്ടാകണമെന്നും ആശയങ്ങളുടെ പേരിൽ ചർച്ച ചെയ്ത് പുതിയ നേതൃത്വം വരണമെന്നും മുൻ ഹെൽത്ത് സെക്രട്ടറി. ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് എലിപ്പനി വ്യാപനത്തിൽ ഭയന്ന് ബ്രിട്ടൻ. ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് സെൽഫ് ഐസൊലേഷനിൽ കഴിയുന്ന ഡസൻ കണക്കിന് ബ്രിട്ടീഷുകാർക്ക് രോഗം പിടിപെടാനിടയുണ്ടെന്നും പിന്നീട് അത് മലിനജലത്തിലെ എലികളിലേക്ക് പടർന്നു പിടിക്കാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഡോക്ടർമാർ. ബ്രിട്ടനിലെ മലിനജലവുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് എലികളിലേക്ക് വൈറസ് പകർന്നാൽ അത് വലിയ തോതിലുള്ള രോഗവ്യാപനത്തിന് ഇടവരുത്തുമെന്ന ആശങ്ക ശക്തം. മനുഷ്യരിൽ നിന്നും എലികളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും രോഗം പടരാനുള്ള സാധ്യത തുലോം കുറവാണെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ. വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ കൂട്ടിയിടിച്ച അഗ്നിഗോളമായി US നേവിയുടെ 2 യുദ്ധവിമാനങ്ങൾ. വിമാനങ്ങൾ പൂർണ്ണമായി കത്തിയമരും മുൻപ് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെട്ട് പൈലറ്റുമാർ. യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചത് അമേരിക്കയിലെ ഇദാഹോയിൽ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ. കൂട്ടിയിടിച്ചത് US നാവികസേനയുടെ 2 FA-18G ഗ്രൗളർ യുദ്ധവിമാനങ്ങൾ. അപകടത്തെ തുടർന്ന് വ്യോമതാവളം അടച്ചുപൂട്ടി. എയർ ഷോയുടെ ബാക്കി പ്രകടനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ച് സ്വീഡൻ. റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സ്വീഡനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പ്രമുഖർക്കായി 1748 മുതൽ നൽകി വരുന്ന ബഹുമതി. ഇതോടെ മോദിക്ക് ലഭിച്ച രാജ്യാന്തര അംഗീകാരങ്ങളുടെ എണ്ണം 31 ആയി. 1921 സ്റ്റോക്ക്ഹോം സന്ദർശിച്ചപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ കവിത കുറിച്ച 2 കാർഡുകളുടെ പകർപ്പും മോദിക്ക് സമ്മാനിച്ച് സ്വീഡൻ. ദ്വിദിന സന്ദർശനത്തിനായി മോദി സ്വീഡനിലെത്തിയത് ഞായറാഴ്ച. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തി നേതാക്കൾ. പോലീസിന്റെ വലയിൽ കുടുങ്ങി കശ്മീരിൽ ലഷ്കർ-ഇ തൊയ്ബ സ്ലീപ്പർ സെൽ രൂപീകരിക്കാനുള്ള ദൗത്യവുമായി എത്തിയ പാക് ഭീകരൻ. ശ്രീനഗർ പോലീസ് ഏപ്രിലിൽ അറസ്റ്റ് ചെയ്തത് ചൈനീസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഉസ്മാൻ ജട്ടിനെ. ഇയാളെ കുടുക്കിയത് ശ്രീനഗറിലെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലെ സന്ദർശനം. ആധാർ, പാൻ കാർഡുകളും സംഘടിപ്പിച്ച ശേഷം പാസ്പോർട്ട് എടുത്ത് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നതെന്നും പോലീസ്. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. 20 കോൺഗ്രസ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ. പ്രതിപക്ഷത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് നിയുക്ത BJP MLA V മുരളീധരൻ. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മന്റെ പരാമർശം. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ. ആരെ എടുക്കണം എടുക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണെന്നും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു എന്നും നിയുക്ത പുതുപ്പള്ളി MLA. വെള്ളാപ്പള്ളി നടേശൻ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വാർത്തകൾ വിശദമായി. ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ തിരികെ എത്തിക്കാൻ ലേബർ പാർട്ടി ശ്രമിച്ചാൽ വർഷങ്ങളോളം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്ക് മുന്നറിയിപ്പ് നൽകി. 2016 റഫറണ്ടത്തിന്റെ ഫലത്തിന് നേരെ വിപരീതമായി പ്രവർത്തിക്കാനുള്ള ഭരണകക്ഷിയുടെ ശ്രമങ്ങൾക്കെതിരെ ടോറി നേതാവ് ആഞ്ഞടിക്കുകയായിരുന്നു. ബ്രിട്ടനിലെ 2016 റഫറണ്ടത്തിന്റെ ഫലത്തിനു നേരെ വിപരീതമായി പ്രവർത്തിക്കാനുള്ള ഭരണകക്ഷിയുടെ ശ്രമങ്ങൾക്കെതിരെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്ക് ആഞ്ഞടിച്ചു. ലേബർ പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾക്കിടെയാണ് പുതിയ ആശയവുമായി വെസ്റ്റ് റൈറ്റിംഗ് രംഗത്തെത്തിയത്.
ബ്രസൽസുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കുമെന്നും ക്രമേണ യൂറോപ്യൻ യൂണിയനിൽ ലയിക്കുമെന്നുമായിരുന്നു സ്ട്രീറ്റിംഗ് പറഞ്ഞത്. എന്നാൽ സ്ട്രീറ്റിംഗിനെ പോലെ തന്നെ പ്രധാനമന്ത്രി പദം ലക്ഷ്യം വെക്കുന്ന ആന്റി ബേൺഹാമിന്റെ അനുയായികൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അനാവശ്യമായി ബ്രെക്സിറ്റ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയൊരു വിവാദത്തിന് വഴിതെളിക്കുകയാണ് മുൻ ഹെൽത്ത് സെക്രട്ടറി എന്നായിരുന്നു ലിസ നന്ദി പ്രതികരിച്ചത്. യൂണിയനിൽ ചേരുന്നത് അത്ര പെട്ടെന്നെടുക്കേണ്ട തീരുമാനമല്ല എന്നും താൻ അതൊരു വിഷയമായി ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നുമായിരുന്നു മേക്കർഫീൽഡിൽ നിന്ന് മത്സരിക്കുന്ന ആന്റി ബേൺഹാമിന്റെ പ്രതികരണം. ബ്രെക്സിറ്റിന്റെ പ്രയോജനം രാജ്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കെമി ബേറ്റ്നോക്ക് പറഞ്ഞത്. ഇത്രയധികം ചർച്ചകളും മറ്റും നടത്തി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വന്നിട്ട് വീണ്ടും തിരികെ പോകണമെന്ന് പറയുന്നത് ലേബർ പാർട്ടിക്ക് രാജ്യത്തെക്കുറിച്ച് വേണ്ടത്ര കാഴ്ചപ്പാടുകൾ ഇല്ലാഞ്ഞിട്ടാണെന്നും അവർ കുറ്റപ്പെടുത്തി. അടുത്ത തിരഞ്ഞെടുപ്പിൽ നൈജൽ ഫരാജിന്റെ റിഫോം യുകെ അധികാരത്തിലെത്തിയാൽ തുടർച്ചയായ സമരങ്ങൾ കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാൻ വൈറ്റ് ഹോൾ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. ഫരാജ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വ്യവസായ പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്താനുള്ള പ്രമേയത്തിന്മേൽ ഈ ആഴ്ച സിവിൽ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ സംഘടന വോട്ടെടുപ്പ് നടത്തും. വളരെ കുറഞ്ഞ കാലയളവിലെ നോട്ടീസ് നൽകി സമരം ആരംഭിക്കാൻ കഴിയും. അടുത്ത തിരഞ്ഞെടുപ്പിൽ നൈജൽ ഫരാജിന്റെ റിഫോം യുകെ അധികാരത്തിലെത്തിയാൽ തുടർച്ചയായ സമരങ്ങൾ കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാൻ വൈറ്റ് ഹോൾ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. സിവിൽ സർവീസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യം താൻ അധികാരത്തിലേറിയാൽ ഇല്ലാതെയാക്കുമെന്ന് ഫരാജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലവും അഭിപ്രായ സർവേ ഫലങ്ങളും ഒക്കെ പരിശോധിച്ചാണ് അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ റിഫോം യുകെ അധികാരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് 1,70,000-ഓളം അംഗങ്ങളുള്ള പബ്ലിക് ആൻഡ് കമേഴ്സ്യൽ സർവീസ് യൂണിയൻ വിലയിരുത്തുന്നത്. മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം തകർക്കുന്നതിനായി റിഫോം യുകെ ഒരു സാംസ്കാരിക യുദ്ധം പ്രഖ്യാപിക്കുമെന്നും അവർ ഭയക്കുന്നു. റിഫോം സർക്കാർ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ലക്ഷ്യം കേന്ദ്രീകരിച്ചുള്ള സമര പരിപാടികൾ ആവശ്യമാണ് എന്നാണ് യൂണിയൻ വിലയിരുത്തിയത്. സിവിൽ സർവീസ് ഒരു പ്രധാനപ്പെട്ടതും നിഷ്പക്ഷവുമായ സ്ഥാപനമായി കാത്തുസൂക്ഷിക്കുന്നതിന് ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും യൂണിയൻ വക്താക്കൾ പറയുന്നു. ഈ പ്രമേയം അംഗീകരിക്കപ്പെട്ടാൽ യൂണിയന്റെ ദേശീയ സമിതി ഈ വർഷം അവസാനത്തോടെ പ്രതിരോധ നയങ്ങൾ രൂപപ്പെടുത്തും. കെയർ സ്റ്റാർമറുടെ പിൻഗാമിയാകാനുള്ള നേതൃ തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ്. ആശയ പോരാട്ടം ഉണ്ടാകണമെന്നും ആശയങ്ങളുടെ പേരിൽ ചർച്ച ചെയ്ത് പുതിയ നേതൃത്വം വരണമെന്നും വെസ്റ്റ് പറയുന്നു. ലേബർ സർക്കാർ അധികാരമേറിയ ശേഷം പല മേഖലകളിലും വ്യക്തമായ നടപടികൾ ഉണ്ടായില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം പോലും ഇല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. കീർ സ്റ്റാർമറുടെ പിൻഗാമിയാകാനുള്ള നേതൃ തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് രംഗത്ത് വന്നതിനൊപ്പം ആശയ പോരാട്ടം ഉണ്ടാകണമെന്നും ആശയങ്ങളുടെ പേരിൽ ചർച്ച ചെയ്ത് പുതിയ നേതൃത്വം വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശൈത്യകാല ഇന്ധന സഹായം കുറച്ചത് തെറ്റായ തീരുമാനമായി. പാർട്ടിക്കുള്ളിൽ സ്വതന്ത്ര നയ ചർച്ചകൾ നടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ യൂറോപ്യൻ യൂണിയനുമായി ബ്രിട്ടൻ കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്നും ബ്രെക്സിറ്റ് തിരിച്ചടിയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ്ടും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകണം. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വ്യാപാരം ശക്തമാക്കാനും റഷ്യൻ ഭീഷണികളെ ചെറുക്കാനും അമേരിക്കയുടെ ചില നയങ്ങളെ പ്രതിരോധിക്കാനും യൂറോപ്യൻ യൂണിയനൊപ്പം നിൽക്കുന്നത് സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആന്റി ബേൺഹാം ലേബറിന്റെ നേതൃപോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിലും അതിനാദ്യം മേക്കർഫീൽഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന കടമ്പ ബാക്കിയാണ്. ലേബർ നേതൃ മത്സരത്തിൽ ബേൺഹാം ഉണ്ടാകുന്നതാണ് ശരിയെന്ന് സ്ട്രീറ്റിംഗ് പറഞ്ഞു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ പദവിയിലുള്ള ബേൺഹാം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MP ആയെങ്കിൽ മാത്രമാണ് പാർട്ടി നേതൃ പദവിക്ക് സാധ്യത. പാർട്ടിക്കും രാജ്യത്തിനുമായി മികച്ചതും ഉത്തരവാദിത്വപരവുമായ കാര്യമാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടതെന്ന് സ്ട്രീറ്റിംഗ് ആവശ്യപ്പെട്ടു. ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് സെൽഫ് ഐസൊലേഷനിൽ കഴിയുന്ന ഡസൻ കണക്കിന് ബ്രിട്ടീഷുകാർക്ക് രോഗം പിടിപെടാൻ ഇടയുണ്ടെന്നും പിന്നീട് അത് മലിനജലത്തിലെ എലികളിലേക്ക് പടർന്നു പിടിക്കാൻ ഇടയുണ്ടെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിലെ മലിനജല ഓവുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് എലികളിലേക്ക് ഈ വൈറസ് പകർന്നാൽ അത് വലിയ തോതിലുള്ള രോഗവ്യാപനത്തിന് ഇടവരുത്തുമെന്നും അവർ പറയുന്നു. ഹാൻഡ വൈറസിന്റെ ആൻഡസ് വകഭേദം എലികളിലേക്ക് പടർന്നേക്കാമെന്നും അത് വലിയ രീതിയിലുള്ള രോഗവ്യാപനത്തിന് വഴിതെളിച്ചേക്കാമെന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നു. ഹാൻഡ വൈറസ് ഭീഷണി മാറും മുൻപ് എലിപ്പനി ഭീഷണിയിൽ ബ്രിട്ടൻ. ഹാൻഡ വൈറസ് ബാധിച്ച MV ഹോണ്ടിയസ് എന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരോ അവരുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരോ രോഗബാധിതരായി മലിനജല ഓവുകൾ വഴി ഈ രോഗം പടർത്തിയേക്കാമെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. രോഗകാരികളെ മനുഷ്യർ മറ്റ് മൃഗങ്ങളിലേക്ക് പടർത്തുന്ന ഈ പ്രക്രിയ റിവേഴ്സ് സൂനോസിസ് എന്ന പേരിലാണ് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. നീണ്ട വാലുകളോട് കൂടിയ പിഗ്മി വിഭാഗത്തിൽപ്പെടുന്ന എലികളിൽ കൂടിയായിരുന്നു അർജന്റീനയിൽ ഹാൻഡ വൈറസിന്റെ ആൻഡസ് വകഭേദം പടർന്നത്. ബ്രിട്ടനിലെ മലിനജല ഓവുകളിൽ കഴിയുന്ന ബ്രൗൺ എലികളെ ഹാൻഡ വൈറസ് ബാധിക്കുമെന്ന് ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതേസമയം ഈ എലികളെ വൈറസ് ബാധിക്കുകയില്ല എന്നതിനും തെളിവുകളില്ല. ബ്രിട്ടനിലെ സീവേജ് സിസ്റ്റത്തിലാകിയ ലക്ഷക്കണക്കിന് എലികളാണ് കഴിയുന്നത്. ഇതിൽ 20 മുതൽ 50% വരെ എലികളിൽ ഇതിനോടകം തന്നെ ഹാൻഡ വൈറസിന്റെ സിഗോൾ വകഭേദത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പരിണാമശാസ്ത്ര പഠനങ്ങളിൽ റിവേഴ്സ് സൂനോസിസ് വിരളമാണ് എന്നാണ് പറയുന്നതെങ്കിലും അത് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നും ചില പരിണാമശാസ്ത്രജ്ഞർ പറയുന്നു. അതേസമയം ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരിൽ നിന്നും എലികളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും രോഗം പടരാനുള്ള സാധ്യത തുലോം കുറവാണ് എന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ പ്രൊഫസർ മൈക്കൽ മാർക്സ് പറയുന്നത്.
വൈറസ് ബാധയുള്ള എലികൾ മറ്റെലികളുമായി അടുത്ത സമ്പർക്കത്തിൽ വന്നാൽ മാത്രമേ മലിനജലം വഴി രോഗം പടരാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അതിനിടയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം രോഗവാഹകരായ ചെറുപ്രാണികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ കൂടുതൽ ഉഷ്ണമേഖലാ രോഗങ്ങൾ ബ്രിട്ടനിൽ വ്യാപിക്കാൻ ഇടയാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടാറുണ്ടായിരുന്ന ഇത്തരം അസുഖങ്ങൾ ഇപ്പോൾ ബ്രിട്ടനിലും വ്യാപകമാവുകയാണ്. പല വിദേശ രാജ്യങ്ങൾക്കുമുള്ള ധനസഹായം UK വെട്ടിക്കുറച്ചതോടെ അത്തരം രാജ്യങ്ങളിൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാതെയായി മാറി. ഇതും UK പകർച്ചവ്യാധികൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് അതിമാരകമായ രോഗങ്ങൾക്കിടയാക്കുന്ന വെസ്റ്റ് നൈൽ വൈറസിനെ ബ്രിട്ടനിലെ കൊതുകുകൾ ആദ്യമായി കണ്ടെത്തിയത്. ഡെങ്കു, ചിക്കുൻഗുനിയ, സിക്ക പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകളെ പോലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവയെയും ഇതുവരെ കണ്ടിരുന്നത്. ആഗോള താപനമാണ് ഇത്തരം വൈറസുകൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരാൻ ഇടയാക്കിയതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ, അതായത് അന്തരീക്ഷ താപനില വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള കാലഘട്ടത്തിലേതിനേക്കാൾ 4 മുതൽ 5 ഡിഗ്രി വരെ ഉയരുകയാണെങ്കിൽ 2060ഓടെ യൂറോപ്പിൽ ഡെങ്കു, ചിക്കൻഗുനിയ എന്നിവയുടെ വ്യാപനത്തിൽ 5 ഇരട്ടി വർധന ഉണ്ടാകുമെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ റോബർട്ട് ജോൺസ് പറയുന്നത്. ഈ വർഷത്തെ വേനലൊഴിവുകാല യാത്ര ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് പതിവിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ കാരണം ഒട്ടുമിക്ക ബ്രിട്ടീഷുകാരും ഇപ്പോഴും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ തയ്യാറായിട്ടില്ല. ഇന്ധനക്ഷാമം ഉണ്ടാകാൻ ഇടയുണ്ടെന്നുള്ള വസ്തുത മുൻകൂട്ടി കണ്ട് വിമാന സർവീസുകൾ സംയോജിപ്പിക്കാനോ റദ്ദാക്കാനോ എയർലൈൻ കമ്പനികൾക്ക് താൽക്കാലിക അധികാരം നൽകുന്ന പുതിയ നിയമം കൂടി പ്രാബല്യത്തിൽ വന്നതോടെ വിമാന സർവീസുകളുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ നിലവിൽ വന്നിരിക്കുകയാണ്. വിമാന സർവീസുകൾ താറുമാറാകുന്നതും സൺ ലോഞ്ചർ നിയമങ്ങളിലെ മാറ്റവും ബ്രിട്ടീഷ് യാത്രക്കാരെ കൂടുതൽ വലയ്ക്കുമെന്ന് റിപ്പോർട്ട്. അതിനു പുറമെ സൺ ലോഞ്ചർ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഒരുപാട് പേരെ വലയ്ക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗ്രീക്ക് ദ്വീപായ കോസിലേക്കുള്ള ഒഴിവുകാല യാത്രയിൽ തനിക്കും കുടുംബത്തിനും സൺ ലോഞ്ചറുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു ജർമ്മൻ വിനോദസഞ്ചാരി നൽകിയ പരാതിയാണ് നിയമമാറ്റത്തിന് കാരണമായത്. ഹോട്ടലുകൾ നടത്തുന്ന ടൂർ ഓപ്പറേറ്റർമാർ അല്ല എങ്കിലും അവിടെ തങ്ങളുടെ അതിഥികൾക്ക് മതിയായ സൺ ലോഞ്ചറുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ടൂർ ഓപ്പറേറ്റർമാർ ആണ് എന്നാണ് ഹനോവർ കോടതിയിൽ വാദിച്ചത്. ഇതോടെയാണ് സൺബെഡുകൾ, ടവലുകളും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് അതിഥികൾ റിസർവ് ചെയ്യുന്ന പതിവ് യൂറോപ്പിലെ ഹോട്ടലുകൾ അവസാനിപ്പിച്ചത്. ഉപയോഗിക്കാതെ സൺബെഡുകൾ റിസർവ് ചെയ്തിടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ചില ഹോട്ടലുകൾ റിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടവൽ പോലുള്ള വസ്തുക്കൾ ഹോട്ടലുകാർ കണ്ടുകെട്ടുകയും ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ സൺ ലോഞ്ചറുകൾ ബുക്ക് ചെയ്തിടാതെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടതായി വരും. വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ കൂട്ടിയിടിച്ച് അഗ്നിഗോളമായി US നേവിയുടെ 2 യുദ്ധവിമാനങ്ങൾ. വിമാനങ്ങൾ പൂർണ്ണമായി കത്തിയമരും മുൻപ് ഇൻജക്ട് ചെയ്ത് രക്ഷപ്പെട്ട് പൈലറ്റുമാർ. അമേരിക്കയിലെ ഇദാഹോയിൽ വെച്ച് നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ US നാവികസേനയുടെ 2 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ചാണ് കൂട്ടിയിടിച്ചത്. അമേരിക്കയിലെ തെക്കു പടിഞ്ഞാറൻ ഇദാഹോയിലുള്ള മൗണ്ടൻ ഹോം എയർഫോഴ്സ് ബേസിൽ നടന്ന ഗൺ ഫൈറ്റർ സ്കൈസ് എയർ ഷോയുടെ 2ാം ദിവസമാണ് നടുക്കുന്ന അപകടം ഉണ്ടായത്. വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഏർപ്പെട്ടിരുന്ന US നാവികസേനയുടെ 2 FA-18G ഗ്രൗളർ വിമാനങ്ങളാണ് ആകാശത്ത് വെച്ച് പരസ്പരം കൂട്ടിയിടിച്ചത്. വാഷിംഗ്ടണിലെ വിഡ്ബി ഐലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് അറ്റാക്ക് സ്ക്വാഡ്രൺ 129ന്റെ ഭാഗമായ വിമാനങ്ങളായിരുന്നു ഇവ. മൗണ്ടൻ ഹോം വ്യോമത്താവളത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലാണ് അപകടം നടന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ 250ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായായിരുന്നു വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത്. ഏകദേശം $67 മില്യൺ വീതം വിലമതിക്കുന്നതാണ് തകർന്നുപോയ ഈ 2 അത്യാധുനിക പോർ വിമാനങ്ങളും. അതിസാഹസികമായ വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ വിമാനങ്ങൾ വളരെ അടുത്തേക്ക് വരികയും അപ്രതീക്ഷിതമായി കൂട്ടിയിടിക്കുകയും ആയിരുന്നു. കൂട്ടിയിടിച്ച ഉടൻ തന്നെ വിമാനങ്ങൾ നിയന്ത്രണം വിട്ട് ആകാശത്ത് വെച്ച് വട്ടം ചുറ്റാൻ തുടങ്ങി. എന്നാൽ വിമാനങ്ങൾ തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും 2 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെയുള്ള 4 പേരും കൃത്യസമയത്ത് വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്ത് പാരാഷൂട്ട് വഴി പുറത്തേക്ക് ചാടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിമാനങ്ങൾ കൂട്ടിയിടിച്ചതിന് തൊട്ടു പിന്നാലെ വിമാന ജീവനക്കാർ ഇജക്ട് ചെയ്യുന്നതും ആകാശത്ത് 4 പാരച്യൂട്ടുകൾ വിരിയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഇതിന് തൊട്ടു പിന്നാലെ 2 വിമാനങ്ങളും വലിയൊരു അഗ്നിഗോളമായി മാറി താഴേക്ക് പതിക്കുകയും ഭീകരമായ സ്ഫോടനത്തോടെ തകരുകയും ചെയ്തു. വിമാനങ്ങൾ തകർന്നു വീണ സ്ഥലത്ത് നിന്നും കനത്ത കറുത്ത പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നതുമായ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് വ്യോമത്താവളം ഉടനടി അടച്ചുപൂട്ടുകയും എയർ ഷോയുടെ ബാക്കി പ്രകടനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു. പരിക്കേറ്റ വ്യോമസേനാ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ മെഡിക്കൽ സംഘം വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അധികൃതർ അറിയിച്ചത്. വിമാനങ്ങൾ തകർന്നു വീണത് കാണികളിൽ നിന്നും അകലെയായതിനാൽ തത്സമയം പ്രകടനം കാണാനെത്തിയ കാണികൾക്കോ നിലത്തുണ്ടായിരുന്ന മറ്റു ജീവനക്കാർക്കോ യാതൊരുവിധ പരിക്കുകളും സംഭവിച്ചിട്ടില്ല. അപകട സമയത്ത് വ്യക്തമായ കാഴ്ചാപരിധിയും അനുകൂലമായ കാലാവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാന് 5 നിർദ്ദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ട്. ഇറാന്റെ യുറേനിയം ശേഖരം US-ലേക്ക് മാറ്റുന്നതടക്കമുള്ള 5 നിർദ്ദേശങ്ങളാണ് നൽകിയത്. US-ന്റെ ഉപരോധങ്ങളെയും നയങ്ങളെയും തുടർന്ന് ഇറാനുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ US വിസമ്മതിച്ചുവെന്നും ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തു.
യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാന് നൽകിയ 5 നിർദ്ദേശങ്ങൾ. ഇറാന്റെ പക്കലുള്ള 400 കിലോയോളം സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം. ഇറാന്റെ ഒരു ആണവ കേന്ദ്രം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ 25% വിട്ടു നൽകില്ല. ഉപരോധവും യുദ്ധവും കാരണമുണ്ടായ നഷ്ടങ്ങൾക്ക് ഇറാന് നഷ്ടപരിഹാരം നൽകില്ല. വെടിനിർത്തൽ ചർച്ചയിലെ പുരോഗതിക്ക് അനുസരിച്ചാണ് മറ്റു കാര്യങ്ങൾ എന്നിവയാണ്. എന്നാൽ യുഎസിന്റെ നിർദ്ദേശങ്ങളോട് തണുത്ത പ്രതികരണം നടത്തിയ ഇറാൻ ചർച്ചയ്ക്ക് മുന്നോടിയായി യുഎസിനോടും 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു എന്ന് ഫാർസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ലെബനനിൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചാലേ ചർച്ചയ്ക്ക് തയ്യാറെടുക്കൂ എന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം, മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണം, യുദ്ധവും ഉപരോധവും കാരണമുണ്ടായ നഷ്ടം നികത്തണം, ഹോർമൂസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം എന്നിവയാണ് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ. ഇത് പാകിസ്ഥാൻ മുഖാന്തരം യുഎസിന് ഇറാൻ കൈമാറി. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച് ടെക് ലോകത്തെ കോടീശ്വരനും മുൻ സ്ട്രൈപ്പ് എഞ്ചിനീയറുമായ സൈകത്ത് ചക്രബർത്തി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലവിലെ രാഷ്ട്രീയ സമീപനം പൂർണ്ണമായും മാറ്റിമറിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പാർട്ടിക്കുള്ളിലെ പഴയ നേതൃരീതികളെയും കോർപ്പറേറ്റ് സ്വാധീനങ്ങളെയും വെല്ലുവിളിച്ചാണ് സൈകത്ത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇന്ത്യൻ വംശജനായ സൈകത്ത് ചക്രബർത്തി ഓൺലൈൻ പേയ്മെന്റ് കമ്പനിയായ സ്ട്രൈപ്പിന്റെ സ്ഥാപക എഞ്ചിനീയർമാരിൽ ഒരാളായാണ് ശ്രദ്ധ നേടിയത്. ടെക് മേഖലയിലൂടെ സമ്പാദിച്ച കോടികൾ ഇപ്പോൾ പുരോഗമന രാഷ്ട്രീയത്തിനായി വിനിയോഗിക്കാനാണ് തീരുമാനം. അമേരിക്കൻ സാമൂഹിക സമത്വം, തൊഴിലാളി അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ. ഡെമോക്രാറ്റിക് പാർട്ടി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് സൈകത്തിന്റെ വിമർശനം. വലിയ കമ്പനികളുടെയും സമ്പന്നരുടെയും താൽപര്യങ്ങൾക്കാണ് പാർട്ടി മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പാർട്ടിക്കുള്ളിൽ പുതുതലമുറ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനും പുരോഗമന ആശയങ്ങളുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുമാണ് പുതിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി വലിയ തോതിൽ സാമ്പത്തിക സഹായവും സംഘടനാപരമായ പിന്തുണയും നൽകാൻ സൈകത്ത് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ടെക് മേഖലയിലെ സമ്പന്നരുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈകത്തിന്റെ നീക്കങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.5 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 96.29 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 112.02 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 70.04 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. സ്വീഡനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പ്രമുഖർക്കായി 1748 മുതൽ നൽകി വരുന്ന ബഹുമതിയാണ് ഇത്. ഇതോടെ മോദിക്ക് ലഭിച്ച രാജ്യാന്തര അംഗീകാരങ്ങളുടെ എണ്ണം 31 ആയി. 1921 സ്റ്റോക്ക്ഹോം സന്ദർശിച്ചപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ കവിത കുറിച്ച 2 കാർഡുകളുടെ പകർപ്പും മോദിക്ക് സമ്മാനിച്ചു. സ്വീഡനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പ്രമുഖർക്കായി 1748 മുതൽ നൽകി വരുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി. ദ്വിദിന സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് മോദി സ്വീഡനിലെത്തിയത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റർസൺ മോദിയെ ഗോതൻബർഗ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ തുടർന്ന് ഇരു നേതാക്കളും ചർച്ച നടത്തി. സ്വീഡനിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി കണ്ടു. സ്വീഡിഷ് ഓപ്പറ ഗായിക ഷാർലറ്റ് ഹൾഡറ്റ് വൈഷ്ണവ ജനതോ ഭജൻ പാടിയാണ് മോദിയെ വരവേറ്റത്. 2018 ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്കായി മോദി സ്വീഡൻ സന്ദർശിച്ചിരുന്നു. ഇന്ത്യ യൂറോപ്പ് വ്യാപാര ബന്ധവും നിക്ഷേപ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഉദ്യോഗസ്ഥതല ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യവും ഉഭയകക്ഷി ബന്ധവും മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ ചർച്ചയായി. നെതർലൻഡ്സുമായി 17 കരാറുകൾ ഒപ്പിട്ട ശേഷമാണ് മോദി സ്വീഡനിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബർട്ട് ഏറ്റനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സഹകരണ മാർഗരേഖയും പുറത്തിറക്കി. കാശ്മീരിൽ ലഷ്കർ എ തൊയ്ബ സ്ലീപ്പർ സെൽ രൂപീകരിക്കാനുള്ള ദൌത്യവുമായി എത്തിയ പാക് ഭീകരൻ ലക്ഷ്യത്തിൽ നിന്ന് അല്പം തെന്നിമാറിയതോടെ പോലീസിന്റെ വലയിൽ കുടുങ്ങി. ചൈനീസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഉസ്മാൻ ജട്ടിനെയാണ് ശ്രീനഗർ പോലീസ് ഏപ്രിലിൽ അറസ്റ്റ് ചെയ്തത്. ഇയാളെ കുടുക്കിയത് ശ്രീനഗറിലെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലെ സന്ദർശനം. കശ്മീർ താഴ്വരയിൽ സ്ലീപ്പർ സെൽ നിർമ്മിക്കാനും ആക്രമണങ്ങൾ നടത്താനുമാണ് ലാഹോറിൽ നിന്ന് ലഷ്കർ എ തൊയ്ബ ജട്ടിനെ കാശ്മീരിലേക്ക് അയച്ചത്. എന്നാൽ കാശ്മീരിലെത്തിയതിനു ശേഷമാണ് ഭീകര ക്യാമ്പിൽ നിന്ന് ലഭിച്ച ചിത്രത്തിൽ നിന്ന് വിപരീതമാണ് കശ്മീർ താഴ്വരയിലെ ശരിക്കുമുള്ള ജനജീവിതമെന്ന് മനസ്സിലായതെന്ന് ഭീകരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. പിന്നീട് തന്റെ ലക്ഷ്യങ്ങൾ മാറിയെന്നും ഇയാളുടെ മൊഴിയിലുണ്ട്. വർഷങ്ങളായി കടുത്ത മുടികൊഴിച്ചിലുണ്ടായിരുന്നത് ഇയാളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിരുന്നു. ഇതോടെ മുടി വച്ചു പിടിപ്പിക്കുന്ന ക്ലിനിക് തേടിയിറങ്ങി. അത്തരം സംവിധാനങ്ങൾ പടിഞ്ഞാറൻ കശ്മീരിൽ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞതോടെ മറ്റ് ഭീകരരായ സർഗം, അബു ഹുറിയര തുടങ്ങിയ അബ്ദുള്ള എന്നിവരുടെ സഹായം തേടി.
ഇവരുടെ നിർദ്ദേശമനുസരിച്ച് ശ്രീനഗറിലെ കടയുടമയും പാക് ഭീകരോട് കൂറുപുലർത്തുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാരിൽ ഒരാളുമായ വ്യക്തിയെ ചെന്ന് കണ്ടു. കടയുടമ നേരത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്കിലേക്കാണ് ജട്ടിനെയും കൂട്ടിക്കൊണ്ട് പോയത്. മുടി മാറ്റിവെക്കുന്നതിനായി ഒന്നിലേറെ തവണ ജട്ട് ക്ലിനിക്കിൽ വന്നുപോയിരുന്നു. ഒരു രാത്രി ഇയാൾ ശ്രീനഗറിൽ തങ്ങുകയും ചെയ്തു. ഇതിനുശേഷം മലർകോട്ട്ലയിലേക്ക് മടങ്ങിയ ജട്ടിനെയും അബുഹുറിയേയും പോലീസ് പിടികൂടുകയായിരുന്നു. കേസ് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. ആധാർ, പാൻ കാർഡുകളും സംഘടിപ്പിച്ച ശേഷം പാസ്പോർട്ട് എടുത്ത് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നതെന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായി. ഇത്തരത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് നേടി ഇന്തോനേഷ്യയിലേക്ക് കടന്ന ഖർഗോഷ് എന്നറിയപ്പെടുന്ന ഉമർ എന്ന ഭീകരനെയാണ് ഇവർ മാതൃകയാക്കിയതെന്നും പോലീസ് പറഞ്ഞു. 1971 യുദ്ധത്തിൽ ഇന്ത്യ യുദ്ധക്കളത്തിൽ വിജയം വരിച്ചുവെങ്കിലും ചർച്ചാമേശയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് ഹിമാചൽ പ്രദേശ് ഗവർണർ കവീന്ദർ ഗുപ്ത. അന്നത്തെ സർക്കാരിന് സംഭവിച്ച ഗുരുതരമായ തെറ്റുകളുടെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഷിംല കരാർ ഒപ്പുവെച്ച മേശയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഗവർണറുടെ പരാമർശം. 1971 യുദ്ധത്തിൽ ഇന്ത്യ യുദ്ധക്കളത്തിൽ വിജയം വരിച്ചുവെങ്കിലും ചർച്ചാമേശയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും അന്നത്തെ സർക്കാരിന് സംഭവിച്ച ഗുരുതരമായ തെറ്റുകളുടെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഷിംല കരാർ ഒപ്പുവെച്ച മേശയെന്നും ഹിമാചൽ പ്രദേശ് ഗവർണർ കവീന്ദർ ഗുപ്ത അഭിപ്രായപ്പെട്ടു. നമ്മൾ യുദ്ധം ജയിച്ചു, എന്നാൽ മേശപ്പുറത്ത് അത് നമുക്ക് നഷ്ടമായി. ആ മേശ ഇന്നും ഷിംലയിലെ ലോക്ഭവനിൽ കിടപ്പുണ്ട്. അന്ന് സംഭവിച്ച തെറ്റുകളുടെ കടുത്ത ഓർമ്മപ്പെടുത്തലായി എന്നും ഗവർണർ പറഞ്ഞു. ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിൽ 90,000-ലധികം പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത്. അവരെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് എന്ത് ആവശ്യവും നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമായിരുന്നുവെന്നും എന്നാൽ അവരെ വെറുതെ വിട്ടയക്കുകയാണ് ചെയ്തതെന്നും കവീന്ദർ ഗുപ്ത പറഞ്ഞു. പാകിസ്ഥാനെ നമ്മൾ രണ്ടായി പിളർത്തിയ നിമിഷമായിരുന്നു അത്. ഇത്രയും വലിയൊരു വിജയം കയ്യിലിരിക്കെ ഏത് ആവശ്യവും പാകിസ്ഥാൻ അംഗീകരിക്കുമായിരുന്നുവെന്നും അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്നും കവീന്ദർ ഗുപ്ത പറയുന്നു. പാകിസ്ഥാൻ ഭീകരവാദം തുടർന്നാൽ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടി വരുമെന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഗവർണറുടെ പരാമർശം. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായ VD സതീശനും പിന്നാലെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം വേദിയിൽ ഇരുന്നാൽ മതിയെന്നായിരുന്നു ലോക്ഭവന്റെ നിർദ്ദേശം. എന്നാൽ മുഖ്യമന്ത്രി ലോക്ഭവനുമായി സംസാരിച്ചതിനെ തുടർന്നാണ് നേതാക്കൾക്ക് വേദിയിലിരിക്കാൻ സാധിച്ചത്. പ്രതിപക്ഷത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ സത്യപ്രതിജ്ഞ കാണാനെത്തി. മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് പ്രതിപക്ഷ നേതാക്കൾ എത്തിയത്. അതേസമയം നിയുക്ത BJP MLA V മുരളീധരൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. കോൺഗ്രസ് മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി എന്നിവരും മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ എന്നിവരും ഘടകകക്ഷികളായ CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് എന്നിവരും മോൻസ് ജോസഫും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ എല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നുവെന്നും മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും പറഞ്ഞു. ആരെ എടുക്കണം എടുക്കണ്ട എന്ന് പാർട്ടിയുടെ നിലപാടാണ്. അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ഞാൻ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ പ്രവണത മാധ്യമങ്ങൾ കാണിക്കുന്നു. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ എനിക്ക് അത് സ്വീകാര്യമാണ് എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. 15 വർഷം മുൻപ് ഇതേ ദിവസമാണ് തന്റെ പിതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. AK ആന്റണിയുമായുള്ളത് കുടുംബ ബന്ധമാണെന്നും പാർട്ടിപരമായ കാര്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് AK ആന്റണിയെ കണ്ടതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ ചാണ്ടി ഉമ്മൻ സ്ഥിരീകരിച്ചിരുന്നില്ല. അതേസമയം VD സതീശൻ മുഖ്യമന്ത്രിയായും മറ്റ് 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. യോഗത്തിന്റെ മുഖപത്രത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി എഴുതിയ ലേഖനം സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിഷം ചുറ്റുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് കടുത്ത ഭാഷയിൽ KC വേണുഗോപാൽ MP തുറന്നടിച്ചു. നമ്മുടെ നാട്ടിൽ വർഗീയത ഇളക്കിവിട്ടാൽ ജനം അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. UDF-ൽ ഒരു കക്ഷിയും മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നവരല്ല. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ജനങ്ങൾ കാത്തിരിക്കുന്നത് നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ്. അതിനാണ് UDF തയ്യാറെടുക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. അധികാര കസേരകൾ ഉറപ്പായതോടെ മുസ്ലിം ലീഗ് നേതാക്കളുടെയും അണികളുടെയും വാക്കുകളിലും പ്രവർത്തികളിലും അപകടകരമായ ചില സൂചനകൾ വ്യക്തമാകുന്നുണ്ട് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. സ്പോർട്സ്. കൊച്ചിയിൽ ഇന്ന് ആവേശത്തിരയിളകും. സീസണിലെ അവസാന മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിറങ്ങുമ്പോൾ ഗാലറി ആരവത്തിലാകുമെന്ന് ഉറപ്പ്. പുതിയ കോച്ചിന് കീഴിൽ ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടതോടെ ആവേശത്തിലാണ് ആരാധകർ. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്കയിൽ നിന്ന് കരകയറി. പിന്നീട് വലിയ മുന്നേറ്റം നടത്തിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക്. കൊച്ചിയിൽ ആവേശത്തിരയിളക്കിക്കൊണ്ട് സീസണിലെ അവസാന മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരുങ്ങിയിറങ്ങും. കഴിഞ്ഞ 5 മത്സരത്തിൽ 4ലും വിജയിച്ച ടീം ഒരു മത്സരത്തിൽ സമനിലയ്ക്ക് വഴങ്ങിയിരുന്നു. FC ഗോവയും കരുത്തരാണ്. അവസാന 5 കളിയിൽ 3 ജയിച്ചുവെങ്കിലും അവസാന മത്സരം സമനിലയിലായി. അതിനു മുൻപ് തോൽവിയായിരുന്നു മത്സരഫലം. ജംഷഡ്പൂർ FC-യോടും ഒഡീഷ FC-യോടും ഏറ്റുമുട്ടി ജയിച്ച ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ മത്സരത്തിൽ ടീമിന്റെ തോൽവി ആരാധകരിൽ വലിയ രോഷമുണ്ടാക്കിയിരുന്നു. പിന്നീട് പരിശീലകനായ ആഷ്ലി വുഡ് എത്തിയതോടെയാണ് ബ്ലാസ്റ്റേഴ്സിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. ഫ്രാഞ്ചു, വിക്ടർ ബെർത്തിയോമു, മത്യാസ് ഹെർണാണ്ടസ്, നിഹാൽ സുധീഷ്, മുഹമ്മദ് അജ്സൽ, ഡാനിഷ് ഫാറൂഖ്, വിപിൻ മോഹൻ തുടങ്ങിയവരുടെ പ്രകടന മികവാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത്. പുതിയ കോച്ചിന് കീഴിൽ പ്രതിരോധത്തിൽ പഴുതടച്ചുള്ള മികവാണ് ടീമിന്റേത്. മുന്നേറ്റത്തിലെ മികച്ച ആസൂത്രിത നീക്കത്തോടെയാണ് ടീമിനെ കളത്തിലിറക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ തിരികെ എത്തിക്കാൻ ലേബർ പാർട്ടി ശ്രമിച്ചാൽ വർഷങ്ങളോളം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡ്നോക്കിന്റെ മുന്നറിയിപ്പ്. 2016 റഫറണ്ടത്തിന്റെ ഫലത്തിനു നേരെ വിപരീതമായി പ്രവർത്തിക്കാനുള്ള ഭരണകക്ഷിയുടെ ശ്രമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ടോറി നേതാവ്. പുതിയ ആശയവുമായി വെസ്റ്റ് രംഗത്തെത്തിയത് ലേബർ പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾക്കിടെ ബ്രസൽസുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കുമെന്നും ക്രമേണ യൂറോപ്യൻ യൂണിയനിലേക്കുമെന്നും സ്ട്രേറ്റിംഗിന്റെ പരാമർശങ്ങൾക്കെതിരെ രംഗത്തെത്തി ആന്റി ബർഹാമിന്റെ അനുയായികൾ. അടുത്ത തിരഞ്ഞെടുപ്പിൽ നൈജൽ ഫരാജിന്റെ റിഫോം UK അധികാരത്തിലെത്തിയാൽ തുടർച്ചയായ സമരങ്ങൾ കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാൻ വൈറ്റ് ഹോൾ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നതായി സൂചന. ഈ ആഴ്ച സിവിൽ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ സംഘടന വോട്ടെടുപ്പ് നടത്തും. വോട്ടെടുപ്പ് ഫരാജ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വ്യവസായ പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്താനുള്ള പ്രമേയത്തെ പ്രതികൂലിച്ചുകൊണ്ട് സിവിൽ സർവീസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ആഭിമുഖ്യം താൻ അധികാരത്തിലേറിയാൽ ഇല്ലാതെയാക്കുമെന്ന് ഫരാജ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം. കെയർ സ്റ്റാർമറുടെ പിൻഗാമിയാകാനുള്ള നേതൃ തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ്. ആശയ പോരാട്ടം ഉണ്ടാകണമെന്നും ആശയങ്ങളുടെ പേരിൽ ചർച്ച ചെയ്ത് പുതിയ നേതൃത്വം വരണമെന്നും മുൻ ഹെൽത്ത് സെക്രട്ടറി. ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് എലിപ്പനി വ്യാപനത്തിൽ ഭയന്ന് ബ്രിട്ടൻ. ഹാൻഡ വൈറസ് വ്യാപനത്തെ തുടർന്ന് സെൽഫ് ഐസൊലേഷനിൽ കഴിയുന്ന ഡസൻ കണക്കിന് ബ്രിട്ടീഷുകാർക്ക് രോഗം പിടിപെടാനിടയുണ്ടെന്നും പിന്നീട് അത് മലിനജലത്തിലെ എലികളിലേക്ക് പടർന്നു പിടിക്കാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഡോക്ടർമാർ. ബ്രിട്ടനിലെ മലിനജലവുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് എലികളിലേക്ക് വൈറസ് പകർന്നാൽ അത് വലിയ തോതിലുള്ള രോഗവ്യാപനത്തിന് ഇടവരുത്തുമെന്ന ആശങ്ക ശക്തം. മനുഷ്യരിൽ നിന്നും എലികളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും രോഗം പടരാനുള്ള സാധ്യത തുലോം കുറവാണെന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ. വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ കൂട്ടിയിടിച്ച് അഗ്നിഗോളമായി US നേവിയുടെ 2 യുദ്ധവിമാനങ്ങൾ. വിമാനങ്ങൾ പൂർണ്ണമായി കത്തിയമരും മുൻപ് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെട്ട് പൈലറ്റുമാർ. യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചത് അമേരിക്കയിലെ ഇദാഹോയിൽ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ. കൂട്ടിയിടിച്ചത് US നാവികസേനയുടെ 2 FA-18G ഗ്രൗളർ യുദ്ധവിമാനങ്ങൾ. അപകടത്തെ തുടർന്ന് വ്യോമതാവളം അടച്ചുപൂട്ടി. എയർ ഷോയുടെ ബാക്കി പ്രകടനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ച് സ്വീഡൻ. റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സ്വീഡനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പ്രമുഖർക്കായി 1748 മുതൽ നൽകി വരുന്ന ബഹുമതി. ഇതോടെ മോദിക്ക് ലഭിച്ച രാജ്യാന്തര അംഗീകാരങ്ങളുടെ എണ്ണം 31 ആയി. 1921 സ്റ്റോക്ക്ഹോം സന്ദർശിച്ചപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ കവിത കുറിച്ച 2 കാർഡുകളുടെ പകർപ്പും മോദിക്ക് സമ്മാനിച്ച് സ്വീഡൻ. ദ്വിദിന സന്ദർശനത്തിനായി മോദി സ്വീഡനിലെത്തിയത് ഞായറാഴ്ച. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തി നേതാക്കൾ. പോലീസിന്റെ വലയിൽ കുടുങ്ങി കശ്മീരിൽ ലഷ്കർ-ഇ-തൊയ്ബ സ്ലീപ്പർ സെൽ രൂപീകരിക്കാനുള്ള ദൗത്യവുമായി എത്തിയ പാക് ഭീകരൻ. ശ്രീനഗർ പോലീസ് ഏപ്രിലിൽ അറസ്റ്റ് ചെയ്തത് ചൈനീസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഉസ്മാൻ ജട്ടിനെ. ഇയാളെ കുടുക്കിയത് ശ്രീനഗറിലെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലെ സന്ദർശനം. ആധാർ, പാൻ കാർഡുകളും സംഘടിപ്പിച്ച ശേഷം പാസ്പോർട്ട് എടുത്ത് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നതെന്നും പോലീസ്.
കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. 20 കോൺഗ്രസ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർ. പ്രതിപക്ഷത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് നിയുക്ത BJP MLA V മുരളീധരൻ. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മന്റെ പരാമർശം. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ. ആരെ എടുക്കണം എടുക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണെന്നും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു എന്നും നിയുക്ത പുതുപ്പള്ളി MLA. വെള്ളാപ്പള്ളി നടേശൻ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.